നമസ്കാരം. കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. റിനെ മെഡിസിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച എംഎൽഎ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ആശുപത്രി അധികൃതരാണ് എംഎൽഎക്ക് വെന്റിലേറ്റർ സപ്പോർട്ട് നൽകുന്നതായി അറിയിച്ചത്. ശ്വാസകോശത്തിനും നട്ടലിനും തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. തലയോട്ടിയിൽ നേരിയ പൊട്ടലുള്ളതായും അധികൃതർ വ്യക്തമാക്കി. നിലവിൽ അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തേണ്ടതില്ല. കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും എംഎൽഎ 24 മണിക്കൂർ നിരീക്ഷണത്തിലാക്കിയെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. ആശുപത്രിയിൽ എത്തിച്ച എംഎൽഎ അടിയന്തരമായി CT സ്കാനിങ്ങിന് വിധേയമാക്കിയിരുന്നു. മറ്റു പരിശോധനകളും നടത്തിയിട്ടുണ്ട്. വീഴ്ചയിൽ തലയിടിച്ചു എന്നതാണ് ആശങ്കയ്ക്ക് ഇടയാക്കുന്നത്. ആന്തരിക രക്തസ്രാവം ഉണ്ടോ എന്നാണ് അധികൃതർ പരിശോധിക്കുന്നത്. ഇതറിയാനാണ് മെഡിക്കൽ ടീം ശ്രമം നടത്തുന്നത്. അപകടമുണ്ടായ സ്ഥലത്ത് മെഡിക്കൽ ടീമും ആംബുലൻസും സജ്ജീകരിച്ചിരുന്നതിനാൽ അടിയന്തരമായി തന്നെ എംഎൽഎ ആംബുലൻസിലേക്ക് മാറ്റി. വീഴ്ചയിൽ കോൺക്രീറ്റിൽ തലയിടിച്ചാണ് ഉമാ തോമസ് വീണത് എന്നതാണ് ആശങ്കയുണ്ടാക്കുന്ന കാര്യം. തലയിൽ നിന്നും മൂക്കിൽ നിന്നും രക്തസ്രാവം ഉണ്ടായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. സംഭവം അറിഞ്ഞ് കോൺഗ്രസ് നേതാക്കളും ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. മന്ത്രിമാരും വിവരങ്ങൾ തിരക്കി രംഗത്തുണ്ട്. കലൂർ സ്റ്റേഡിയത്തിൽ 12,000 ഭരതനാട്യം നർത്തകർ പങ്കെടുക്കുന്ന മൃദംഗനാഥ നൃത്തസന്ധ്യയായിരുന്നു പരിപാടി. ദിവ്യ ഉണ്ണി ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച പരിപാടിയാണിത്. ഇതിനിടയിലാണ് എംഎൽഎ അപകടത്തിൽപ്പെട്ടത്. VIP ഗാലറിയിൽ നിന്ന് ഒരാൾ പൊക്കത്തിൽ നിന്നുമാണ് ഉമാ തോമസ് വീണത്. പരിപാടിയിൽ പങ്കെടുക്കാൻ മന്ത്രി സജി ചെറിയാനും എത്തിയിരുന്നു. പരിപാടി തുടങ്ങാറായപ്പോഴാണ് എംഎൽഎ എത്തിയത്. മന്ത്രിയെ കണ്ട ശേഷം തന്റെ ഇരിപ്പിടത്തിലേക്ക് നീങ്ങിയിരിക്കാനായി പോകുമ്പോൾ ഗാലറിയിൽ താൽക്കാലികമായി കെട്ടിയ ബാരിക്കേഡിൽ നിന്ന് മറിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു. ബെന്നി ബെഹനാൻ, ദീപ്തി മേരി വർഗീസ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. മുഖം കുത്തിയാണ് ഉമാ തോമസ് എംഎൽഎ വീണത്. മൂക്കിൽ നിന്നും വായിൽ നിന്നും അമിതമായി രക്തം വരുന്നുണ്ടായിരുന്നു. വീഴ്ചയിൽ ഉമാ തോമസ് എംഎൽഎക്ക് ബോധം നഷ്ടപ്പെട്ടിരുന്നു. നൃത്തപരിപാടി റിപ്പോർട്ട് ചെയ്യാൻ വന്ന മാധ്യമങ്ങൾക്ക് മുന്നിലേക്കാണ് ഉമാ തോമസ് വീണത്.